നമസ്കാരം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകര ഗോപന്റേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാരം നാളെ. മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്തി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജീവനക്കാർ. സന്തോഷത്തോടെ കേട്ടിരുന്ന മുഖ്യൻ. വരികൾ എഴുതിയ ജീവനക്കാരന് സ്പെഷ്യൽ നിയമനം. ഫയൽ നീക്കം ഇനിയും വേഗത്തിലാക്കണമെന്ന് പിണറായി. കഞ്ചിക്കോട് ബ്രൂവറിക്കെതിരെ പ്രതിപക്ഷം. കമ്പനിയെ എങ്ങനെ തെരഞ്ഞെടുത്തെന്ന് വി.ഡി. സതീശൻ. ഭൂഗർഭജലം ചൂഷണം ചെയ്യാനുള്ള പദ്ധതിയെന്ന് രമേശ് ചെന്നിത്തല. മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് എം.പി. രാജേഷ്. മുല്ലപ്പെരിയാറിൽ കേരളത്തിന് ആശ്വാസം. അണക്കെട്ടിന്റെ സുരക്ഷ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. സുരക്ഷയ്ക്ക് പുതിയ മേൽനോട്ട സമിതി. ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റേത്. വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച കടുവ കാണാമറയത്ത് തുടരുന്നു. പരിശോധന തുടർന്ന ദൌത്യസംഘം. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. ആടുകളെ നഷ്ടമായ കർഷകർക്ക് ധനസഹായം കൈമാറി. സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. മോഷ്ടാവിന്റെ ആക്രമണം ഇന്നലെ രാത്രി. താരത്തിന്റെ നട്ടെല്ലിനേറ്റ പരിക്ക് ഗുരുതരം. അക്രമിക്കായി അന്വേഷണം ഊർജിതം. പുതുചരിത്രം കുറിച്ച ISRO. സ്പേഡെക്സ് ദൌത്യം വിജയകരം. നേട്ടം കൈവരിച്ച 4ാമത്തെ രാജ്യം. ശാസ്ത്രലോകത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. രാവിലെ നെയ്യാറ്റിൻകര ആറാലുംമുട്ടിലെ വീട്ടിലെ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകരയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാരം നാളെ നടക്കും. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഏറെ ദിവസത്തെ ആശങ്കകൾ, വിവാദങ്ങൾ, അതിനൊക്കെ അവസാനമാവുകയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നതോടെ? രേണുക, ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായി പല തട്ടിലുള്ള പരിശോധനകളാണ്. ഒന്ന്, ഈ സ്വാഭാവിക മരണമാണോ എന്നത് ഒരു പ്രാഥമികമായി കണ്ടെത്താനുള്ള പരിശോധനകൾ. മറ്റൊന്ന്, ഈ മർദ്ദനമേറ്റോ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേറ്റിട്ടുണ്ടോ, എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. മറ്റൊന്ന്, രാസപരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. അത് ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം വിഷാംശം ഉൾപ്പെടെ ശരീരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം എടുക്കും അതിന്റെ റിസൾട്ട് വരാൻ. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ, അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാകട്ടെ, പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടാകട്ടെ, അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന നിലയ്ക്കാണ്. അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത അവശേഷിക്കുന്നില്ല പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ എന്ന നിലയ്ക്കാണ്. ഇനി ചില റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷമേ ഇതിലൊരു പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഏതായിരുന്നാലും ഇനി പോലീസിന്റെ നടപടി, അത് മൃതദേഹം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ തന്നെ അത് വിട്ടുകൊടുത്ത് ബാക്കി നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ്. അന്വേഷണം തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. നാളെ ഇതൊരു മഹാസമാധിയായി കാര്യങ്ങൾ ചെയ്യാനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ ഉണ്ടായി. അവർ പറയുന്നത് നാളെ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിപുലമായ രീതിയിൽ ഒരു മഹാസമാധിയാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഹൈന്ദവ സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ സമാധിയായി, മഹാസമാധിയായി മാറ്റുക എന്ന ഒരു ആലോചനയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് മൃതദേഹം അവിടെ സൂക്ഷിക്കും. രേണുക, ശരി. എന്തായാലും പുലർച്ചെ മുതൽ പുലർച്ചെ തുടങ്ങിയ നടപടികളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളിൽ എത്തി നിൽക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ധ്യാനത്തിലിരുന്ന സമാധിയായ അച്ഛനെ ഒരു സംഘം ആളുകൾ ചേർന്ന് വികൃത രൂപത്തിലാക്കിയെന്ന്
ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ പ്രതികരിച്ചു. ഇതിൽ കുടുംബത്തിന് ദുഃഖമുണ്ട്. തെറ്റായ തരത്തിൽ ഇടപെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സനന്ദൻ പറഞ്ഞു. നാളെ 3 മണിക്ക് ശേഷം വിവിധ ഹൈന്ദവ സന്യാസികളുടെ സാന്നിധ്യത്തിൽ മഹാസമാധിയിരുത്തുമെന്നും കുടുംബം പറഞ്ഞു. ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ ഇപ്പോ ഒരു ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് അതില് മക്കളെന്നുള്ള എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെ മേല് സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയും കാവലാളുമായി ചിത്രീകരിച്ച് വാഴ്ത്തുപാട്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പാട്ട് അവതരിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയത്. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ താൽക്കാലിക നിയമനം നൽകിയെന്ന ആരോപണം അദ്ദേഹം തള്ളി. മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ എന്തിന് അസ്വസ്ഥതയെന്ന ചോദ്യവുമായി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് രംഗത്തെത്തി. സുവർണ ജൂബിലി കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാട്ട് തുടങ്ങി. പാട്ട് ഹൈപിച്ചിലേക്ക് മാറിയപ്പോൾ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിയുടെ മാസ് എൻട്രി. പാട്ടിന്റെ ബാക്കി സ്റ്റേജിലിരുന്ന് പിണറായി വിജയൻ ആസ്വദിച്ചു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പുകഴ്ത്തിയും ഉപദേശിച്ചും ശമ്പള പരിഷ്കരണ വാഗ്ദാനം നൽകിയും മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ വീണ്ടും പാട്ട്. ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി, മുഖ്യമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്തുന്നതിൽ എന്തു തെറ്റെന്ന ചോദ്യമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. ഒരു സ്വാഗത ഗാനത്തിൽ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? അപ്പോൾ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാടിനെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമുണ്ടോ? അതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ഇതൊരു വാഴ്ത്തുപാട്ടൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ടോ ഒരു വരി എഴുതിയാൽ അതിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. നാടിനെ കാക്കുന്ന ഭരണാധികാരിയെ പുകഴ്ത്തിയില്ലെങ്കിൽ താൻ എന്തു കവി എന്നാണ് പാട്ടെഴുതിയ ചിത്രസേനന്റെ ചോദ്യം. പിണറായി സാഹബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലായ്മയാണ്, അപ്പോൾ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും തെരഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിണറായി സാഹബ് അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ എഴുതിയത്? സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ചിത്രസേനന് നിയമവകുപ്പിൽ മെസഞ്ചറായി താൽക്കാലിക നിയമനം നൽകിയത് വഴിവിട്ടെന്ന ആരോപണം ഉയരുകയാണ്. എന്നാൽ ചിത്രസേനൻ അത് നിഷേധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഭരണനിർവഹണത്തിൽ ഉദ്യോഗസ്ഥ പങ്ക് കൂടുതൽ ആരോഗ്യകരമായ രീതിയിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി. അതിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഫയൽ നീക്കത്തിൽ ഇനിയും വേഗം കൂട്ടണമെന്നും മുഖ്യമന്ത്രി ഉപദേശിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജീവനക്കാരുടെ DAയും കൃത്യമായി നൽകും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും കൃത്യസമയത്ത് നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. പെരിയ കേസിലെ കോടതി വിധി ഏൽപ്പിച്ച ആഘാതത്തിൽ CPM, DCC ട്രഷററുടെ ആത്മഹത്യയിൽ അറസ്റ്റ് ഭീഷണിയിലുള്ള കോൺഗ്രസ് MLA IC ബാലകൃഷ്ണൻ, PV അൻവറുടെ രാജി, പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തെ സംഭവബഹുലമാക്കാൻ വിഷയങ്ങൾ നിരവധിയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നയപ്രഖ്യാപനം വെച്ച് വിലപേശാതെ പ്രസംഗത്തിൽ ഒപ്പിടാൻ പുതിയ ഗവർണർ തയ്യാറായത് സർക്കാരിന് ആശ്വാസമായി. പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയുള്ള വിലപേശൽ നാടകങ്ങൾക്കൊടുവിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ. സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീണ്ട
സഭാചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാണ്. എന്നാൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അവഗണനയ്ക്കെതിരെ അടക്കം കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ടെന്ന് കരുതുന്ന നയപ്രഖ്യാപന പ്രസംഗം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനിയുള്ള ആകാംക്ഷ. സർക്കാരുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഗവർണറുടെ നിലപാടും ഊഷ്മള സ്വീകരണം നൽകിയ സർക്കാർ സമീപനവും രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള നല്ല ബന്ധത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സർക്കാരിനെ അത്ര ആശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ CPM ബന്ധം, പ്രതികൾക്ക് വേണ്ടിയുള്ള CPM ഇടപെടലും നിയമസഹായത്തിനുള്ള പണപ്പിരിവും, ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, മാസപ്പടിയിലെ SFIO അന്വേഷണം, ADGP അജിത് കുമാറിനോടുള്ള തീരാത്ത വാത്സല്യം, ഇങ്ങനെ നീളുന്നു സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങളുടെ പട്ടിക. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാകും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം DCC ട്രഷറിയുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് നൽകുന്ന പിന്തുണയെ ഭരണപക്ഷം ചോദ്യം ചെയ്യും. അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കും. രാജിവെച്ച PV അൻവറിനോടുള്ള ഇരുപക്ഷങ്ങളുടെയും സമീപനങ്ങളും ശ്രദ്ധേയമാകും. പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയത്തിളക്കത്തിലാണ് പ്രതിപക്ഷം. ചേലക്കര നിലനിർത്താനായതിൻ്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തിനുമുണ്ട്. ഇതും സഭയിലെ ചർച്ചകളിൽ പ്രതിഫലിക്കും. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരണം. ധനവിനിയോഗ ബിൽ പാസാക്കി മാർച്ച് 28-ന് സഭ പിരിയും. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. S. സുഹാസ് IAS ആണ് സ്പെഷ്യൽ ഓഫീസർ. കിഫ്കോൺ, ഊരാളുങ്കൽ എന്നിവയുമായുള്ള ഏകോപനമടക്കം മുഴുവൻ ചുമതലയും സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി കേന്ദ്ര ഉത്തരവ്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഉത്തരവ്. സുരക്ഷയ്ക്കായുള്ള പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനും ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ്. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിലൂടെ ഇതിന് സാധുത കിട്ടിയിരിക്കുന്നു. ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഡാം സുരക്ഷാ അതോറിറ്റിയായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുമാത്രമല്ല, പൊതുപ്രവർത്തകനായ ജോ ജോസഫിന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിട്ട് പുതിയ സമിതി രൂപീകരിച്ചു. പുതിയ സമിതിയിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനെ അധ്യക്ഷനാക്കി. നേരത്തെ കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനായിരുന്നു അധ്യക്ഷൻ. പുതിയ മേൽനോട്ട സമിതിയിൽ 7 അംഗങ്ങളാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, കേരളത്തിലെ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ, തമിഴ്നാട് കാവേരി സെൽ ചെയർമാൻ എന്നിവർ അംഗങ്ങളാണ്. ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരംഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ മേൽനോട്ട സമിതി എന്ന തീരുമാനം ആശ്വാസകരമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. മുൻപുണ്ടായിരുന്ന മേൽനോട്ട സമിതി എടുത്തതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ഉണ്ടാകില്ല. പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ പറഞ്ഞു. ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലിരിക്കെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG കാക്കനാട് ജയിലിൽ നേരിട്ടെത്തി. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന വിവാദം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് അന്വേഷണത്തിന് ജയിൽ വകുപ്പ് തുടക്കം കുറിച്ചത്. ജയിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ രാവിലെ 10:30 കാക്കനാട് ജയിലിലെത്തി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മധ്യമേഖല DIG അജയ്കുമാർ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ ജയിലിൽ നേരിട്ടെത്തിയെന്നും കൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളായ 3 പേരുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. 3 പേരുമായി ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂർ അഴിക്കപ്പുറമല്ലാതെ മുഖാമുഖം സംസാരിക്കാൻ അവസരമൊരുക്കി. ജയിലിൽ നിന്നും ഫോൺ വിളിക്കാൻ 200 രൂപ കയ്യിൽ കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടത്തും. അതേസമയം ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ഹണി റോസിന്റെ പരാതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ കമന്റിട്ട 20 പേരിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിലുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം. ബ്രൂവറി പ്ലാന്റ് ആരംഭിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്
കമ്പനിക്കാണ് സർക്കാർ പ്രാരംഭാനുമതി നൽകിയത്. ടെൻഡർ ഇല്ലാതെ എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. മദ്യനിർമ്മാണത്തിന്റെ പേരിലുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 2018-ലും സമാന നീക്കം ഉണ്ടായിരുന്നു. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് നീക്കത്തിൽ നിന്ന് സർക്കാർ അന്ന് പിന്മാറുകയായിരുന്നു. കഞ്ചിക്കോട് ബ്രൂവറിക്ക് അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചെന്ന് മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യനയത്തിന്റെ ഭാഗമെന്നും മന്ത്രി വിശദീകരിച്ചു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫിനെ ന്യൂറോ സർജറിക്ക് വിധേയനാക്കി. സെയ്ഫിനെ കുത്തിയ പ്രതിയെ പിടികൂടാനായില്ല. മുംബൈ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ അപ്പാർട്ട്മെന്റിൽ 12ാം നിലയിലെ വസതിയിൽ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. മക്കളുടെ മുറിക്ക് സമീപം വലിയ ശബ്ദം കേട്ടാണ് സെയ്ഫ് അലി ഖാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അജ്ഞാതനെ കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയുമായി. ഇതിനിടെയാണ് അജ്ഞാതൻ കത്തികൊണ്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയത്. ശരീരത്തിൽ 6 കുത്തേറ്റു. നട്ടെല്ലിന് സമീപവും കഴുത്തിലും ആഴത്തിലാണ് മുറിവ്. പ്രതിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നെങ്കിലും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സെയ്ഫ് അലി ഖാന് ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയും നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂറും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റതെന്ന് കരീന പറയുന്നു. ആരാധകർ ശാന്തരായിരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പരത്തരുതെന്നുമാണ് കരീനയുടെ അഭ്യർത്ഥന. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിൽ പ്രതി എങ്ങനെ കടന്നു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ലോബിയിലെയും ലിഫ്റ്റിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആരും കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ CCTV ദൃശ്യങ്ങളിലില്ല. പ്രതിയെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കടക്കാൻ ആരോ സഹായിച്ചെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിയുടെ സഹായത്തോടെയാണ് ഇയാൾ അകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. അപ്പാർട്ട്മെന്റിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മുംബൈ. ബഹിരാകാശ ഡോക്കിംഗിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. 2 ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് ISRO അറിയിച്ചു. സ്വന്തം ബഹിരാകാശ നിലയം എന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്ക് സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടം. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം. അതിസങ്കീർണമായ സ്പേസ് ഡോക്കിംഗ് എക്സർസൈസ് ദൗത്യത്തിൽ ഇന്ത്യ പുതുചരിത്രം രചിച്ചു. ഇന്ന് പുലർച്ചെയാണ് ബഹിരാകാശത്ത് 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ഡോക്കിംഗ് ISRO യാഥാർത്ഥ്യമാക്കിയത്. SDX-1 എന്ന ചെയ്സർ ഉപഗ്രഹത്തെ ടാർഗറ്റായ SDX-2-നടുത്തെത്തിച്ചതോടെ രണ്ടും ചേർന്ന ഒറ്റ ഉപഗ്രഹമായി. ഡിസംബർ 30 നടന്ന വിക്ഷേപണത്തിന് ശേഷം 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാനായത്. 220 കിലോഗ്രാം ഭാരമുള്ള 2 ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഘട്ടം ഘട്ടമായി അടുത്തെത്തിച്ചാണ് കൂട്ടിച്ചേർത്തത്. ഒന്നായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹത്തിൽ പവർ ട്രാൻസ്ഫർ പരിശോധനകൾ അടക്കം നടത്തും. പിന്നീട് ഉപഗ്രഹങ്ങൾ വേർപെടുത്തും. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. രാജ്യത്തിന് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ എന്ന സ്വപ്നത്തിനും ചന്ദ്രയാനിൻ്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ ഈ വിജയത്തിൽ ISROയ്ക്കും ഒപ്പം രാജ്യത്തിനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു. കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ അറിയിച്ചു. പ്രൊജക്ടുകൾ പൂർത്തിയായെന്നാണ് ഹിൻഡൻബർഗിന്റെ വിശദീകരണം. 2017 ഹിൻഡൻബർഗ് പ്രവർത്തനം തുടങ്ങിയത്. വളരെ ശ്രദ്ധേയമായ നിരവധി റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദാനി കമ്പനികൾക്കെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് അടുത്തിടെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഓഹരിയുമായി ബന്ധപ്പെട്ട അദാനി എന്റർപ്രൈസസിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടത്. വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാനാകാതെ ദൌത്യസംഘം. 24 മണിക്കൂറിലധികമായി കടുവയെ നേരിട്ടോ സാങ്കേതിക സംവിധാനങ്ങളിലൂടെയോ കണ്ടെത്താനാവാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തുടർച്ചയായി 3 ദിവസങ്ങളിൽ കർഷകരുടെ വീടുകളിലെത്തി ആടുകളെ വകവരുത്തിയ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 24 മണിക്കൂറുകളായി പ്രദേശത്ത് അനുഭവപ്പെട്ടില്ല. തൂപ്ര മേഖലയിലെ അങ്കണവാടിക്ക് സമീപം ആടിനെ കൊന്ന ശേഷം വെള്ളക്കെട്ട് ഭാഗത്തേക്ക് മാറിയ കടുവ പിന്നീട് വനംവകുപ്പ് ഡ്രോൺ ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ആടിനെ പിടികൂടാത്തതിനാൽ സ്ഥലത്തു നിന്നും കടുവ മാറിയതായും നാട്ടുകാർക്ക് സംശയമുണ്ട്. എന്നാൽ കടുവ അവശനിലയിലായതിനാൽ പ്രദേശം വിട്ടുപോയിട്ടില്ലെന്നാണ് വനംവകുപ്പ് നിഗമനം. രാത്രി സമയത്ത് കണ്ടാലും മയക്കോടി വെക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. ഇന്നലെ രാത്രി നമ്മൾ ഇതിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ തെരച്ചിൽ ഡ്രോൺ ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഇതിന്റെ ഒരു സഞ്ചാരപഥം എവിടെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു. ആ ശ്രമങ്ങളിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെതലത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന കടുവ 9 ദിവസത്തിനുള്ളിൽ 5 ആടുകളെയാണ് കൊന്നത്. ആട് നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഡിഎഫ്ഒ കർഷകരുടെ വീടുകളിൽ എത്തി കൈമാറി. കർണാടക വനമേഖലയിൽ നിന്നുമാണ് 13 വയസ്സ് പ്രായമുള്ള ആൺകടുവ പുൽപ്പള്ളിയിൽ എത്തിയതെന്നാണ് നിഗമനം. ന്യൂസ് 18 വയനാട്. വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാനാകാതെ ദൌത്യസംഘം. 24 മണിക്കൂറിലധികമായി കടുവയെ നേരിട്ടോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ കണ്ടെത്താനാവാത്ത പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഡോക്ടർ RLV രാമകൃഷ്ണന് കലാമണ്ഡലത്തിൽ സ്ഥിര നിയമനം ആയി. ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് നിയമനം. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പുരുഷനെ നൃത്താധ്യാപകനായി നിയമിക്കുന്നത്. UGC മാർക്ക് നിർദ്ദേശപ്രകാരം 2 മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. രാമകൃഷ്ണനൊപ്പം മറ്റ് 9 പേരും ഇന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിയമനം സൌഭാഗ്യമായി കാണുന്നുവെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ. മകന്റെ വേർപാടിന് ശേഷം ഇന്നും ഈ കുടുംബത്തിന് കണ്ണീർ തോർന്നിട്ടില്ല. മകനെ ചതിച്ചു കൊലപ്പെടുത്തിയത് തന്നെയെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒരാളെ ആത്മാർത്ഥമായി പ്രണയിക്കുക, അന്ധമായി വിശ്വസിക്കുക. ഷാരോൺ എന്ന ചെറുപ്പക്കാരന് എവിടെയാണ് പിഴച്ചത്? ഷാരോണിന്റെ മരണശേഷം ഗ്രീഷ്മയുടെ പ്രതികരണങ്ങളിൽ പോലും ദുഃഖത്തിന്റെ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. നാളെ കേസിൽ വിധി വരാനിരിക്കെ നമുക്കൊപ്പം ചേരുന്നത് ഷാരോണിന്റെ മാതാപിതാക്കളാണ്. ഏത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? അവർക്ക് കേസ് നല്ല ശിക്ഷ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏറ്റവും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്ത് ലാസ്റ്റായിട്ട് കിട്ടണോ അത് കിട്ടും എന്നുള്ള ഞങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷാരോൺ, ഈ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ ആദ്യം തന്നെ വീട്ടിൽ പറഞ്ഞിരുന്നു, അറിയാവുന്ന കാര്യമായിരുന്നു? പറഞ്ഞിരുന്നു. നിങ്ങളും ഇതിനെ പിന്തുണച്ചു ആ സമയത്തൊക്കെ? ഞങ്ങൾക്ക് അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല. അവർ ഏത് ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്കത് പ്രശ്നമില്ല. മകൻ്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. മക്കളെ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇവളുമായിട്ടൊരു ബന്ധം. ഷാരോണിന്റെ ഒരു ആത്മാർത്ഥത ആ ഒരു ഹൃദയത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വേണം. അതേ ചെയ്തുള്ളൂ. അത് അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണ്. അവളെ അമ്മയും കൂടെയാണ് ഇവനെ എൻ്റെ മകനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയാണ്. ആ സമയത്ത് വന്നത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം വരുന്നുവെന്നും ഷാരോണിനെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നുള്ള തരത്തിലൊക്കെയാണ് ഏതെങ്കിലും ഒരു സൂചന അന്ന് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, ഈ കഷായത്തിൽ ഇങ്ങനെ വിഷം ചേർത്ത് കൊടുത്ത ശേഷം
അത് ഷാരൂൺ പറയുന്നതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായതും ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അതെ, അങ്ങനെ മകൻ കഷായം കൊടുത്തത് പറഞ്ഞു. അതിനകത്ത് എന്ത് ചേർന്നിട്ടുള്ളത് പിന്നെയാണ് മോൻ പറഞ്ഞത്, എൻ്റെ അടുത്താണ് പറഞ്ഞത്. പപ്പ എനിക്ക് എന്തോ മാരകമായ കഷായത്തിൽ എനിക്ക് മാരകമായ എന്തോ ചേർത്ത് എനിക്ക് എൻ്റെ തന്ന് ഞാൻ മരിച്ചു പോകും. പപ്പ എന്നെ മാപ്പാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് വൈകി ഈ ചതി വൈകി ആ സമയത്ത് ഷാരൂൺ പഠിക്കുകയായിരുന്നു. അവൻ പഠിക്കുകയായിരുന്നു. അവിടെ വിളിച്ചിട്ടും സംസാരിക്കാനൊന്നും ഒന്നുമില്ല. ഈ ഗ്രീഷ്മയുടെ പാരൻസ് എപ്പോഴെങ്കിലും നിങ്ങളോടൊക്കെ ഇതിനു മുമ്പ് സംസാരിക്കുകയോ അങ്ങനെ ഒരു നല്ല സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്നോ നേരത്തെ? ഇല്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ഷാരൂൺ ഒരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയതായിരുന്നല്ലേ? അതെ, ലാസ്റ്റ് ഗ്രേഡായിട്ട് ഇത് സെക്രട്ടറിയേറ്റ് ലാസ്റ്റ് പിയൂൺ ഇതായിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ഇത് ഫൈനൽ പരീക്ഷയായി. പിന്നെ അങ്ങനെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു. മോൻ്റെ ഈ സംഭവം നടക്കാനും 15 ദിവസം നടന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ജയിച്ചതായിട്ട്. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ആക്റ്റീവായിട്ട് മകനും ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടാണ്. വളരെ ആക്റ്റീവാണ് അവൻ. ഞങ്ങളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ കോമഡി പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ പൊന്നുമോനാണ്. എപ്പോഴും ചിരിയും കളിയും തന്നെ. ഈ വീടിപ്പം 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അച്ഛനും അമ്മയും മക്കളുടെ അടുത്ത് സ്നേഹം തന്നെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അതുപോലെ അല്ല, ഞങ്ങൾ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് സമാധാനമായിട്ടിരിക്കുക. അതായിരുന്നാലും അങ്ങനെ കോടതി കണ്ടെത്തുന്നതനുസരിച്ചുള്ള ഒരു കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്നത്. സമാധാനമായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്രയും സ്നേഹിച്ച് നിങ്ങൾ അത്രയും വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ നഷ്ടമാകുന്നതിൻ്റെ ഒരു നൊമ്പരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളുമെല്ലാം ഓരോ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരാളിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച ശേഷം അങ്ങനെ ഒരു ചതി പറ്റിയാൽ അതൊരു പക്ഷേ സത്യസന്ധനുമായിരുന്നു. എല്ലാവർക്കും അവൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. ആർക്ക് അവൻ കേസിൽ നാളെ വിധി വരാനിരിക്കെയാണ് മാതാപിതാക്കളുടെ പ്രതികരണം. നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗസയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നു എന്ന് സൂചന. ചില വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. കരാറിന് അംഗീകാരം നൽകാൻ ക്യാബിനറ്റ് യോഗം ചേരില്ലെന്നും നെതന്യാഹു അറിയിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ഈ വെടിനിർത്തൽ കരാർ. ഇസ്രയേൽ പിന്മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് കാരണങ്ങളായി പറയുന്നത്? ഹമാസിന്റെ പ്രതികരണം ലഭ്യമാണോ? രേണുക, ഈ പുതിയ നീക്കങ്ങൾ വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറിയെന്നാണ് ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം വൈകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിലൂടെ ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പിന്മാറ്റം, അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറുന്നു, അത് കരാറിനെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടാതെ അതിനിടെ ഈ ഒരു 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണ ആയതിനു ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 20ഓളം പേർ കൊല്ലപ്പെട്ടതായി ഉള്ള വിവരങ്ങൾ ഡിഫൻസ് ഏജൻസി പുറത്തുവിടുകയും ചെയ്യുന്നു. അത് സംബന്ധിച്ചും ഹമാസിന് അതൃപ്തിയുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു നിർണായക വിവരം വരുന്നത്. ഈ 15 മാസം നീണ്ടു നിൽക്കുന്ന ആ യുദ്ധത്തിന് വിരാമമാകുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും, അതിൽ ധാരണയായെങ്കിൽ പോലും അതിലൊരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഈ ഒരു പുതിയ നീക്കങ്ങൾ അത് വലിയ ആശങ്കയിലേക്കാണ് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ US-ന്റെ പിന്തുണയോടെ ഈജിപ്തിൻ്റെയും ഒപ്പം തന്നെ ഈ ഒരു ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക്, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ, അതും ഘട്ടഘട്ടങ്ങളായി നടപ്പാക്കാനുള്ള ഒരു തീരുമാനം, 3 ഘട്ടങ്ങളായി നടപ്പിലാക്കാനുള്ള തീരുമാനം. അതിലാണിപ്പോൾ ഒരാശങ്ക ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള മന്ത്രിസഭാ യോഗം വൈകും. അത് സംബന്ധിച്ചൊരു തീരുമാനം ഇനി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നടത്താനിരുന്ന മന്ത്രിസഭാ യോഗം നടത്തില്ല എന്നുകൂടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. എന്തായാലും ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറിയതാണ്, അതാണ് ഈ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രേണുക, ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6090 രൂപ, പവന് 48,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആറാലും